കേരള ഗ്ലോബൽ സമ്മിറ്റിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് വികസനത്തിനായി 50,000 കോടി രൂപയുടെ പദ്ധതി. വ്യവസായ അനുമതികൾ ഇനി ചുവപ്പുനാടയിൽ കുടുങ്ങില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ പിന്തുണ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. വ്യവസായ വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് വി.ഡി. സതീശൻ. അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ചരിഞ്ഞു. ആന ചരിഞ്ഞത് കോടനാട് ആന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ. ആന അവശ്യ നിലയിലായത് മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചതോടെ. ആശാപ്രവർത്തകരുടെ സമരത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. വ്യക്തമായ നയരൂപീകരണവും നടപടികളും വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. കോൺഗ്രസ് സമരക്കാർക്കൊപ്പമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടത്തുന്ന രാപ്പകൽ സമരം 12ാം ദിവസം പിന്നിട്ടു. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി EV റസൽ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ 7 വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്നു. ആയുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. സൗമ്യനായ സംഘാടകനെന്ന് മുഖ്യമന്ത്രി. കോട്ടയത്ത് നാളെ പൊതുദർശനം. സംസ്കാരം മറ്റന്നാൾ തെങ്ങണയിലെ വീട്ടിൽ. കിഫ്ബി ടോളും ഉറപ്പിച്ച് LDF. കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശം. ഘടകകക്ഷികളുടെ എതിർപ്പ് തള്ളി. കിഫ്ബി സംരക്ഷണത്തിന് സർക്കാർ നടപടി വേണമെന്ന് സർക്കുലർ. ഇടതുമുന്നണി സർക്കുലറിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജോർജിനെതിരെ കേസെടുത്തത് യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ്. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ സാമൂഹ്യ മാധ്യമമായ എക്സിന് നിർദ്ദേശം. ദുരന്തം വ്യക്തമാകുന്ന 285 ലിങ്കുകൾ നീക്കം ചെയ്യണമെന്ന് റെയിൽവേ. എക്സിന് നോട്ടീസ് അയച്ചത് ഫെബ്രുവരി 17-ന്. ദൃശ്യങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വിശദീകരണം. മലപ്പുറത്ത് മകനമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. സംഭവം കൽപ്പകഞ്ചേരി കാവുപുരയിൽ. കൊല്ലപ്പെട്ടത് 62-കാരി ആമിന. മകൻ മാനസിക പ്രശ്നങ്ങളുള്ളയാളെന്ന് പോലീസ്. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ GST അഡീഷണൽ കമ്മീഷണറെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയും സഹോദരിയും അമ്മയും. സഹോദരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്ന് നിഗമനം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഫൈനലിൽ. ഗുജറാത്തുമായുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു. കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത് ചരിത്രത്തിലാദ്യം. ഫൈനലിൽ എതിരാളികൾ വിദർഭ.